നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. നന്നായിട്ടുണ്ട്, എല്ലാരും ഉണ്ട്. അമ്മയും മോനും ചേർന്ന് ഇവിടെ ഉള്ളവരെ വീണ്ടും നാണം കെടുത്താനുള്ള പരിപാടിയാണോ? നിങ്ങൾ എന്തിനാ ഈ ചാടി കടിക്കുന്നേ? ആരുടെയെങ്കിലും പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ചേർക്കാവുന്നതല്ലേ ഉള്ളൂ. ആരുടെയും പേരൊന്നും വിട്ടുപോയിട്ടില്ല. എന്റെ പേര് കല്യാണക്കത്തിൽ കൊണ്ടുവച്ചത് എന്തിനാ ചോദിച്ചത്? അതെന്ത് ചോദ്യാ മാഷേ? വരന്റെ അച്ഛന്റെ പേര് കൊടുക്കുന്നതല്ലേ അതിന്റെ ഒരു രീതി. ഇനി ജീവനോട് ഇല്ലായിരുന്നെങ്കിൽ പരേതനായ എന്ന് കൊടുക്കായിരുന്നു. നിന്റെയും നിന്റെ തള്ളയുടെ തീരുമാനം അനുസരിച്ചല്ല ഇവിടെ ഓരോ കാര്യങ്ങൾ നടക്കേണ്ടത്. ആരോട് ചോദിച്ചിട്ടാ എന്റെ പേര് കത്തിൽ കൊടുത്തത്? ആരോട് ചോദിക്കണം? എന്നോട് ചോദിക്കണം. എന്റെ പേര് കൊടുക്കണമെങ്കിൽ എന്നോട് ചോദിക്കണം. എന്റെ പേര് മാത്രമല്ല, ഈ വീട്ടിൽ ആരുടെ പേരും വരാൻ പാടില്ല. ആഹാ, അത് പറയേണ്ടത് നിങ്ങളല്ല. എല്ലാവരുടെ അഭിപ്രായം പറയാൻ നിങ്ങളാരാ? അശ്വതി, അനു ഒക്കെ അരവിന്ദന്റെ സഹോദരങ്ങളാ. രമേശ് അവന്റെ അളിയനാ. അതുകൊണ്ട് പേര് വെച്ചു. അതിപ്പോ സഹിക്കാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല. അന്യരുടെ ആരുടെയും പേര് ഇതിനകത്ത് വെച്ചിട്ടുമില്ല. അമ്മേ, അച്ഛൻ പറഞ്ഞാലേ ഞങ്ങൾക്കും പറയാനുള്ളത്. ഇഷ്ടമില്ലാത്ത കല്യാണത്തിന്റെ ലെറ്ററിൽ ആരുടെയും പേര് വേണ്ട. എന്തോടി? അമ്മ കിടന്ന് ബഹളം വെക്കണ്ട. എന്റെ പേര് ഈ ലെറ്റർ വേണ്ട. ആഹാ, അമ്മയുടെ മോനോട് പറഞ്ഞേ എന്റെ പേര് മാറ്റാൻ പറ. ഇല്ല, ആരുടെയും പേര് മാറ്റാൻ പോകുന്നില്ല. നീക്ക് എന്ത് ചെയ്യൂടി? ഞാൻ പറയുന്ന അനുസരിക്കുന്നതാണ് നിനക്ക് ഇവനും നല്ലത്. എന്തിന്? ഒരു മിനിറ്റ് മാഷേ, നിങ്ങളുടെ മകനല്ല ഞാനെന്ന് പറ. അപ്പൊ മാറ്റിക്കോളാം ഞാൻ ഈ പേര്. എന്നെ പ്രസവിച്ച അതേ അമ്മ തന്നെയാ ആകാശിനെയും പ്രസവിച്ചത്. അവനെന്റെ അനിയനല്ലാന്ന് പറ. അവന്റെ പേര് ഞാൻ മാറ്റാം. ഈ നിൽക്കുന്ന തുണിക്കച്ചവടക്കാരി ആകാശിന്റെ ഭാര്യയല്ലാന്ന് പറ. ഞാൻ ഇവളുടെ പേരും മാറ്റാം. മാഷേ, എല്ലാവരുടെയും ഒരേ ചോരയല്ലേ? അതല്ലെന്ന് പറയില്ലല്ലോ. എടാ, രക്തബന്ധം ഉണ്ടായിട്ട് കാര്യമില്ല. അതിനപ്പുറം മനസ്സിന്റെ ഐക്യം. അതില്ല ഇവിടെ. എന്റെ പേരെടുത്ത് മാറ്റിക്കോളും, പറഞ്ഞേക്കാം. ബാലമ്മേ, മോളൊന്നും പറയണ്ട. എനിക്കറിയാം എന്ത് വേണമെന്ന്. വിട്ടുകള ബാലമ്മേ. എന്താ ചെയ്യണമെന്ന് ഇവർക്ക് തന്നെ അറിയില്ല. പിന്നെ എന്തിനാ നമ്മൾ ഇടപെടുന്നത്? കല്യാണക്കത്തില് പേര് വെച്ചോട്ടെ. അങ്ങനെ പേര് വെച്ചെന്ന് വിചാരിച്ച് നമ്മള് കല്യാണത്തിന് പോവോ? ഓഹോ, അടുത്ത വെടി പൊട്ടിച്ചല്ലോ അവള്. എടി തുണിക്കച്ചവടക്കാരി, ഈ കല്യാണം നടത്തി തരാൻ പോകുന്നതേ നിന്റെ ഈ വാലമ്മാമനാ. നടക്കാൻ പോകുന്നതാ ഞാൻ പറഞ്ഞത്. മനസ്സിൽ വെച്ചോ എല്ലാവരും. വാമേ. ബാലമ്മേ, അവസാനിപ്പിക്കണം. എല്ലാം അവസാനിപ്പിക്കണം. അമ്മയും മോനെ എന്താ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? അവനെ അവളും ഞാൻ എന്റെ പേരടിച്ചു വെച്ചിരിക്കുന്നു. പേരടിച്ചത് മാത്രമല്ല, അത് നാട് മുഴുവൻ വിതരണം ചെയ്തിരിക്കുന്നു. ഇവരൊക്കെ എന്താ വിചാരിച്ചിരിക്കുന്നത്? കല്യാണക്കത്ത് വിതരണം ചെയ്താ എല്ലാരും കല്യാണം കൂടി അനുഗ്രഹിച്ചു പോകുന്നു. മോളെ, നീ എന്താ ഒന്നും ഉണ്ടായിരിക്കുന്നത്? ഈ നാട്ടിൽ ഒരുത്തരും കല്യാണത്തിന് വരാൻ പോകുന്നില്ല. അമ്മി മോനും നടന്ന് കത്ത് കൊടുത്തു കഴിഞ്ഞാ എല്ലാവരും എന്നെ വിളിക്കും. ബാലനെന്താ കല്യാണം ക്ഷണിക്കാൻ വരായിരുന്നെന്ന് ചോദിച്ചു. അതിനൊക്കെ ഞാൻ മറുപടി കൊടുക്കണം. പറയും മോളെ, ഞാൻ മറുപടി കൊടുക്കണോ? ആര് വിളിച്ചാലും ഫോൺ എടുക്കണ്ട ബാലമ്മേ. അതല്ലെങ്കിൽ എനിക്കൊന്നും അറിയില്ലെന്ന് പറഞ്ഞാ മതി. എന്തിന്? എന്നിട്ട് ഞാൻ നോണ പറയണോ? ഞാൻ സത്യം പറയൂ. അല്ലെങ്കിൽ എല്ലാവരും വിളിച്ചുകൂട്ടി ഞാൻ പറയും എനിക്ക് ഈ കല്യാണമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇപ്പൊ ഒന്നും വേണ്ട ബാലമ്മേ.
ചേട്ടാ ഓഫീസിൽ കുഴപ്പമൊന്നുമില്ലല്ലോ? എന്താ മോനെ ഇത്? കല്യാണ കത്താണ്? അതേച്ചാ. ആ പെണ്ണ് നിനക്കും തന്നോ? എനിക്ക് മാത്രമല്ല, ഓഫീസിലുള്ള എല്ലാവർക്കും കൊടുത്തു. നാട്ടിലുള്ള ചിലര് ഓഫീസിൽ വന്ന് കത്ത് വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട്. കത്ത് തന്ന ആ നിമിഷം കയറി അവളുടെ മുഖത്തേക്ക് എറിയണമെന്ന് വിചാരിച്ചതാ. ഒരു കുഴപ്പം ഉണ്ടാക്കരുതെന്ന് നീ പറഞ്ഞുകൊണ്ടാ ഇവിടെ വന്നിട്ട് കീറി കളഞ്ഞത്. ചേട്ടാ ശ്രേയ ഓഫീസില് അക്കുച്ചേട്ടനോട് വഴക്കിന് വന്നോ? വഴക്കല്ല, നടന്നത് വെച്ച് കുത്തി സംസാരിക്കില്ലേ അതുപോലെ. അവള് പറയുന്ന ഓരോ വാക്കിനും നല്ല മൂർച്ചയായിരുന്നു. എത്ര നാളിങ്ങനെ പോകും നോക്കട്ടെ. അവളെ ഞാൻ ഇവിടുന്ന് ഓടിക്കും. ഞാൻ കണ്ടോ? അക്കുച്ചേട്ടാ നീ എന്നെ ഉപദേശിക്കാൻ വരണ്ട. ആലോചിക്കുമ്പോ എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. ആ പറടാ. ആണോ? ഓക്കെ, കട്ട് ചെയ്തല്ലേ? ഓക്കെ, ബാക്കി എന്താ വേണ്ടെന്ന് ഞാൻ പറയാം. ഓക്കെടാ. ആരാ അക്കുച്ചേട്ടാ? എന്റെ ഫ്രണ്ടാ. എന്റെ കട്ട് ചെയ്യുന്ന കാര്യമൊക്കെ പറഞ്ഞ അത് ചുമ്മാ പറഞ്ഞ കുതി. അക്കുച്ചേട്ടനൊന്നുമില്ലെന്ന് പറയുന്നതില് ഒരുപാട് അർത്ഥമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്താന്ന് വെച്ചാ പറ അക്കുച്ചേട്ടാ. എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? ഉണ്ട്, പ്രോബ്ലം ഉണ്ട്. പക്ഷെ അത് നമുക്കല്ല, നാളെ രാവിലെ അറിയാം.